ചോദിക്കണം, എന്തിനാണ് ഇവരിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്നത്? അവിടെ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞ് നിൽക്കല്ല, അതിന് ചോട്ടിന് വാചകം കൂടെ ഉണ്ട്. എന്തെന്നറിയോ? എന്താ? ജലീൽ കണ്ണമംഗലം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് അല്ലേ? ആരാ ജലീൽ കണ്ണ? എന്തിനാ പേര് മാറിപ്പോയത്? എന്താ പറയാത്തത്? ജലീൽ കണ്ണമംഗലം എന്ന് പറഞ്ഞാൽ ആരാ? ഒന്നാന്തര എ പി സുന്നി. കണ്ണമംഗലം എന്ന് വെച്ചാൽ ഈ മലപ്പുറത്തുള്ള സ്ഥലമാണ്. മൂപ്പര് ജിദ്ദയിലാണ്, ഏഷ്യാനെറ്റ് റിപ്പോർട്ടറാണ്, ഒന്നാന്തര എ പി സുന്നിയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്ന് തെളിയിക്കും. ഫോണ് ഇപ്പോഴുണ്ട്, ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്. ജലീൽ കണ്ണമംഗലത്തിന്റെ ഫോൺ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇട്ട് നടക്കണില്ല, കയ്യിലുണ്ട്, വേണ്ടി വന്നാൽ അതിടും. അത് മാത്രല്ല, നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ പോലും ജലീൽ കണ്ണമംഗലത്തിന്റെ പേര് കടന്നു വന്നിട്ടുണ്ട്. അപ്പോ ഒന്നാമത് എ പിക്കാരനെ പിടിച്ചിട്ട് ഗൾഫ് ന്യൂസ് രാത്രി 11:30 നമ്മൾ ഉറങ്ങേണ്ട സമയാ. അപ്പൊ അത് വന്ന പിടിക്കൂലെന്ന് ഇവർ വിചാരിച്ചു. ഗൾഫ് ന്യൂസിലാ വാർത്ത വന്നത്. വാർത്ത വന്നപ്പോ പടച്ചോമ്പരെ നമ്മളത് കാണിക്കാൻ വേണ്ടി ഗൾഫിൽ കൊണ്ടുവരുത്തി. കണ്ടോളാൻ പറഞ്ഞു. കാരണം ഇവിടെ ചിലപ്പോ ഉറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ പരിപാടിയിലായി പോയാലോ. അങ്ങനെ നമ്മൾ കണ്ടുപോയി. എന്ത് ചെയ്യും? നിങ്ങൾ കാണണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ടുപോയി. നമ്മൾ അന്വേഷിച്ചു, ആരായി ജലീൽ കണ്ണമംഗലം? കിസ്വ എന്ന് പറയുന്ന ഈ കമ്പനി, അത് മക്കയിലുള്ളതാണല്ലോ, സൗദിയിലുള്ളതാണല്ലോ. അവിടെ അന്വേഷിച്ചു, കമ്പനിയിൽ പോയി. ആരാ റിപ്പോർട്ട് കൊടുത്തത്? അങ്ങനെ എല്ലാം അന്വേഷിച്ച് പിടിച്ച അവസാനം കള്ളനെ കിട്ടി. കള്ളനെ കിട്ടിയെന്ന് മാത്രമല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അതിനിടക്ക് മുസ്ലിയാരാ ക്ലിപ്പ് ഇടുക. അപ്പൊ ഇയാൾ സ്ഥിരം ഒരു പണിയുണ്ട് പേരോട് മുസ്ലിയാർക്ക്. എന്ത്? പെണ്ണിന്റെ ഫോട്ടോ നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ മതി, പെണ്ണുങ്ങൾ നോക്കിക്കോട്ടെ. അപ്പൊ കക്കാട് പൈസ ചോദിക്കുന്നുണ്ട്, ഇല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോ സ്ക്രീനിൽ ഇട്ടിട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ നോക്കാൻ. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല, അതുകൊണ്ട് തീരുന്നില്ല. ഇനി നോക്ക്, ഇനി മാന്യ സഹോദരങ്ങൾ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയ വാർത്തയെ പറഞ്ഞോൻ തന്നെ തിരുത്ത. അത് ഇയാള് കണ്ടില്ല, ഇപ്പൊ ആദ്യം കണ്ടില്ല, കൊല്ലായി വരുമ്പോ കണ്ടില്ല, ഇവിടെ വരുമ്പോ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ മിണ്ടണില്ല. എന്താ വാർത്ത? ഇവരുണ്ടാക്കിയ വാർത്ത കേട്ടോളൂ. വന്ന് അവിടെ കില്ല നിർമ്മിക്കുന്നു. അതിനടുക്ക് രസം എന്താ അറിയോ? മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ പേരോട് മുസ്ലിയാരും പറഞ്ഞു, അവിടെ ബോർഡ് അടക്കം ഞാൻ കാണിച്ചത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ പച്ചത്തുണി ഇടുന്ന അത് നിർമ്മിക്കുന്ന കമ്പനിയുടെ ബോർഡ് അടക്ക കാണിച്ചത്. ബോർഡ് എന്നിട്ട് കാണിക്കണം. എന്താ ബോർഡ് നോക്കുമ്പോ മക്കീനത്തു സിതാറത്തു ദാഖിലിയ, ഇതാണ് ബോർഡ്. നമ്മൾ സാധാരണ ഗൾഫില് നമ്മൾക്ക് വലിയ കിതാബൊന്നും കൊളോക്കിയൽ അറബിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. എന്താ ഈ മക്കീനത്തു സിതാറത്തു ദാഖിലിയ എന്ന് പറഞ്ഞ എന്താ? ഖബറിന്റെ പുറത്തിടുന്ന പട്ടുന, കർട്ടൻ. അസിതാറത്തു ദാഖിലിയ എന്ന് വെച്ചാൽ കർട്ടൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ബോർഡ്. ആ കർട്ടൻ കമ്പനിയുടെ ബോർഡ് കാണിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ പച്ച തുണി നിർമ്മിക്കുന്ന കേന്ദ്രമാണ്. എന്ത് ചെയ്യും എന്ന് മാത്രല്ല, റിപ്പോർട്ടർ കാന്തപുരം സുന്നി ജലീൽ കണ്ണമംഗലം അയാൾ തന്നെ ഗൾഫ് ന്യൂസിൽ തന്നെ ഏഷ്യാനെറ്റിൽ തന്നെ തിരുത്തുന്ന എനിക്ക് കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1 ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചേഴ്സ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. അപ്പൊ കൃത്യമായിട്ട് മൂപ്പര് തന്നെ കൃത്യമായി ഏഷ്യൻ ന്യൂസിൽ തന്നെ പറയാ. കാര്യം വെച്ചാല് ഈ വാർത്ത പുറത്തു വന്നപ്പോ ഇവരിത് ക്ലിപ്പാക്കുകയും ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ അന്വേഷിച്ചോടെ കൃത്യമായി തന്നെ അന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ, അവസാനം ഇങ്ങനെ വാർത്തയുണ്ട്, അത് ശരിയാണോ? അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചു, എവിടെ വാർത്ത? നമ്മൾ രാത്രി 11:30 റെക്കോർഡ് ചെയ്തു, ഇതില്ല. അവസാനം നോക്കും മുസ്ലിയാക്കന്മാര് ക്ലിപ്പിട്ടരെ കൊടുത്തു അയച്ച് കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ വാർത്ത കണ്ടു. ജലീൽ കണ്ണമംഗലത്തെ അവിടുത്തെ ആൾക്കാർ ഔദ്യോഗിക വാഗ്ദാക്കൾ വിളിച്ചിട്ട് വെച്ച്, എവിടുന്ന ഈ വാർത്ത? അതാരും എഴുതി തന്നേക്കെ കൊടുക്കോ? അപ്പോ കൃത്യമായി തന്നെ അവർ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഇല്ലാന്ന് തിരുത്തി കൊടുക്കണം, ഇല്ലാത്തത് പറയരുത്. എന്തിനാണ് ഇവരിങ്ങനെ ഈ കള്ള വാർത്ത ഉണ്ടാക്കുന്നത്?
ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കുമ്പോൾ ഒരു സത്യസന്ധതയില്ലേ? ആ സ്ഥാപനത്തോടൊരു കരാറില്ലേ? ആ ബാധ്യതയില്ലേ? ഒരു മുസൽമാൻ ഔഫൂ ബിൽ ഉഖൂദ്, കരാറ് പാലിക്കണ്ടേ, വിശ്വസ്തത പാലിക്കണ്ടേ? എങ്ങനെ കൂടെ കൊണ്ടു നടക്കുവര്? എന്തൊക്കെ ചെയ്യുവര്? ചാതിയും വഞ്ചനയും കാപട്യവും കളവും നടത്തിയിട്ട് ഈ ദീൻ പ്രചരിപ്പിക്കാൻ ആരാണ് ഇവരെ ഏൽപ്പിച്ചത്? ഈ കിസ്വ കമ്പനിയിലെ ഏത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ വിരിക്കുന്ന ആ പച്ച തുണി നിർമ്മിക്കുന്ന കിസ്വ കമ്പനി ഇയാൾ പോയിട്ടുണ്ട്. തിരുത്തിയത് സാധു പറഞ്ഞില്ല. അതുകൂടെ കേട്ടിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബീമാ ബസിലേക്ക് പോകാം. ഖബർ ശരീഫ് ബന്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുതയ്ക്കാൻ എന്തിനാണ് തുണി? മക്കയിൽ നിന്ന് 10 രൂപ ടാക്സിക്ക് കൊടുത്താൽ, റിയാല് കൊടുത്താൽ എത്തുന്ന ഉമ്മുൽ ജൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് മസ്നഉൽ കിസ്വ എന്ന ഫാക്ടറി ഉണ്ട്. അവിടെ ചെന്നാൽ ഈ നിർമ്മാണം നിങ്ങൾക്ക് കാണാം. തൊട്ടടുത്ത് തന്നെ മ്യൂസിയവും ഉണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് സൗദി ഗവൺമെന്റ് കഅബ പുതുക്കാനുള്ള ഖില്ലയും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് പുതുക്കാനുള്ള കിസ്വയും ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടുത്തെ ഖബർ പൊന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബഹുമാനം കുറയ്ക്കാൻ നടക്കണോ? എന്താണ് പറയേണ്ടത്? മൂപ്പര് ഉമ്മുൽ ജൂദിലാണ്. 25 രൂപ എത്ര റിയാല? 10 റിയാല് ഉമ്മുൽ ജൂദി പോയി കിസ്വ കിസ്വ അവിടെ പോയി സന്ദർശിച്ചു. അവിടെ അടുത്ത് തന്നെ മറ്റേണ്ട് മ്യൂസിയം കയറി കണ്ട് അവിടെയാണ് റസൂലുള്ളാഹിയുടെ പച്ചത്തുണി നിർമ്മിക്കുന്നത്. സൗദിയിലുള്ള ആളുകൾ പറയാ അങ്ങനൊന്നില്ല. മുസ്ലിം ഞാൻ പോയി കണ്ടാണ്. ഇങ്ങനൊന്നും സത്യം പറയല്ലേ മൂല്യാരെ? ജനം വിശ്വസിച്ചു പോകും.